നമസ്കാരം, എൻ്റെ പേര് ശ്രീജ. എല്ലാവർക്കും ഈസി ക്രാക്കിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് വീക്ക്ലി എഡിറ്റോറിയൽ അനാലിസിസ് ആണ്. സോ അതായത് നമ്മൾ ഇന്ന് ദ ഹിന്ദു ന്യൂസ് പേപ്പറിൽ നിന്നും ഒരു എഡിറ്റോറിയൽ എടുത്ത് അതിൻ്റെ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. എന്നിട്ട് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറയുന്ന ഒരു എഡിറ്റോറിയലാണ്. സോ അതായത് ഈ ഒരു എഡിറ്റോറിയൽ എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ്, അതേപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ, ഇതെല്ലാം തന്നെ ബേസ് ചെയ്തുകൊണ്ടാണ്. So നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. ദറ്റ് ഈസ് ദ പെർമനന്റ് മെമ്പേഴ്സ് ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ മസ്റ്റ് സപ്പോർട്ട് ദി റിഫോം പ്രോസസ് ഓഫ് ദി UN. ആൻഡ് ഇതിനകത്തൊക്കെ ഞാൻ ബ്രാക്കറ്റിൽ 1, 2 എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് റെഫർ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള പോയിന്റ്സ് ആണ് ഞാൻ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ ആദ്യം ഞാൻ UN ബ്രാക്കറ്റിൽ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് എന്താണ് UN എന്താ നമുക്കൊന്ന് റെഫർ ചെയ്യാം. ദറ്റ് ഈസ് UN എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് ആണ്. That is, it is an intergovernmental organization that aims to maintain international peace and security, develop friendly relations among nations, achieve international cooperation, and be a center for harmonizing the action of nations. And the charter established 6 principal organs of the United Nations. ഈ യുണൈറ്റഡ് നേഷൻസിന് 6 പ്രിൻസിപ്പൽ ഓർഗൻസ് ആണുള്ളത്. അതിൽ ഒന്ന് ജനറൽ അസംബ്ലി, then the Security Council, the Economic and Social Council, the Trusteeship Council, the International Court of Justice, and the Secretariat. So ഇത് ഈ 6 എണ്ണമാണ് യുണൈറ്റഡ് നേഷൻസിൻ്റെ 6 പ്രിൻസിപ്പൽ ഓർഗൻസ് എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ എന്താണ് UN എന്ന് മനസ്സിലാക്കി. ഇനി ഈ ഒരു എഡിറ്റോറിയലിനകത്ത് കൂടെ വരുന്ന ഒന്നാണ് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ എന്നുള്ളത്. സോ നമുക്ക് അതും കൂടി എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ഇറ്റ്സ് പവേഴ്സ് ഇൻക്ലൂഡ് എസ്റ്റാബ്ലിഷിംഗ് പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസ്, ദെൻ ഇനാക്ടിംഗ് ഇന്റർനാഷണൽ സാങ്ഷൻസ് ആൻഡ് ഓതറൈസിംഗ് മിലിറ്ററി ആക്ഷൻ. നേരത്തെ പറഞ്ഞു യുണൈറ്റഡ് നേഷൻ്റെ ഒരു പ്രിൻസിപ്പൽ ഓർഗനാണ് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ എന്നുള്ളത്. ആൻഡ് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ എന്താണ് ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ പവർ എന്താണ്? അവരുടെ പവർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്തരം രാജ്യങ്ങൾക്കിടയിൽ പീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, പീസ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. ദെൻ അതേപോലെ ഇന്റർനാഷണൽ സാങ്ഷൻസ് മീൻസ് ലീഗൽ ആക്ഷൻസ് ആണ്, അതിനാണ് സാങ്ഷൻസ് എന്ന് പറയുന്നത്. സോ അത്തരം ലീഗൽ ആക്ഷൻസ് എല്ലാം തന്നെ ഇനാക്ട് ചെയ്യുക, അതായത് അതെല്ലാം തന്നെ നടപ്പിലാക്കുക. അതേപോലെ തന്നെ മിലിറ്ററി ആക്ഷൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഓതറൈസ് ചെയ്യുക. ഇതെല്ലാമാണ് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിൻ്റെ മെയിൻ പവർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ ഈ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിനകത്ത് 15 മെമ്പേഴ്സാണ് അടങ്ങുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 15 മെമ്പേഴ്സ്, ഓഫ് വിച്ച് 5 ആർ പെർമനൻറ്റ്. ഈ 5 എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ചൈന, ദെൻ ഫ്രാൻസ്, റഷ്യ, ദെൻ പിന്നെ വരുന്നത് UK ആൻഡ് US. ആൻഡ് ഇവയുടെ എല്ലാം തന്നെ ബ്രാക്കറ്റിൽ ഞാൻ അവരുടെ തന്നെ കോണ്ടിനൻസ്, ദാറ്റ് ഇസ് ഏത് കോണ്ടിനെന്റിൽ നിന്നാണ് എന്നുള്ളത് ഞാൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചൈന ആണെങ്കിൽ ഏഷ്യ, ദെൻ ഫ്രാൻസ് ആണെങ്കിൽ യൂറോപ്പ്, അങ്ങനെ ഞാൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോണ്ടിനൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ് ആൻഡ് ഓസ്ട്രേലിയ. സോ ഇത്രയാണ് നമ്മുടെ കോണ്ടിനൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ നേരത്തെ പറഞ്ഞ പോലെ പെർമനൻറ്റ് മെമ്പേഴ്സ്, ഇനി പെർമനൻറ്റ് മെമ്പേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവർക്കൊരു സ്പെഷ്യൽ പവർ ഉണ്ട്. അതാണ് വീറ്റോ പവർ എന്ന് പറയുന്നത്. വീറ്റോ മീൻസ് ടു റിജക്ട് സംതിങ്, വേണ്ടാന്ന് വെക്കുക, അതാണ് വീറ്റോ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. സോ ഈ 5 രാജ്യങ്ങൾക്ക് മാത്രം, ദാറ്റ് ഈസ് ഈ പെർമനൻറ്റ് മെമ്പേഴ്സിന് മാത്രമുള്ള ഒരു കഴിവാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു സ്പെഷ്യൽ പവറാണ് ഈ വീറ്റോ പവർ എന്ന് പറയുന്നത്. സോ അവർക്ക് ഈ വീറ്റോ പവർ യൂസ് ചെയ്തുകൊണ്ട് അവർക്കിപ്പം പല നടപടികൾ അവർക്ക് വേണ്ടാന്ന് വയ്ക്കാം, റിജക്റ്റ് ചെയ്യാം. Okay, and that is the permanent members can veto any substantive resolution, including those on the admission of new member states or nominees for the office of Secretary General. Even ഇപ്പോൾ സെക്രട്ടറി ജനറൽ നോമിനീസിനെ വരെ അവർക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റും. Okay, and the remaining 10 members are elected on a regional basis to serve a term of 2 years. നേരത്തെ പറഞ്ഞല്ലോ 15 മെമ്പേഴ്സാണ്, അതിൽ 5 എന്ന് പറയുന്നത് പെർമനൻറ്റ്, പിന്നെ ബാക്കിയുള്ളത് 10 ആൻഡ് അവ നോൺ പെർമനൻ്റ് ആണ്. ആൻഡ് ഇവയെ 2 വർഷം, ഇതാണ് അവരുടെ ടേം എന്ന് പറയുന്നത്. 2 വർഷം കൂടുമ്പോൾ അവരെ എലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ആൻഡ് ഇന്ത്യ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിനകത്ത് ഒരു നോൺ പെർമനൻറ്റ് മെമ്പറായിട്ട് ഇലക്ട് ആയിട്ടുണ്ട്. ആൻഡ് ഇന്ത്യയുടെ ഒരു ടേം സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 1, 2021 മുതലാണ്. ദാറ്റ് ഇസ് ഇന്ത്യ ഈസ് എ നോൺ പെർമനൻറ്റ് മെമ്പർ ഓഫ് UN സെക്യൂരിറ്റി കൗൺസിൽ ആൻഡ് സ്റ്റാർട്ട് ഇറ്റ്സ് ടേം ഫ്രം ജനുവരി 1, 2021. സോ യുണൈറ്റഡ് നേഷൻസിനെയും യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ എഡിറ്റോറിയലോട്ട് പോകാം. ദാറ്റ് ഇസ് നമ്മൾ ഫസ്റ്റ് പോയിന്റ് ആണ് നോക്കിയത്. ഇനി ഞാൻ ബ്രാക്കറ്റിനകത്ത് ദാറ്റ് ഇസ് ദ പെർമനൻറ്റ് മെമ്പേഴ്സ് ഓഫ് ദി UNSC മസ്റ്റ് സപ്പോർട്ട് ദി റിഫോം പ്രോസസ് എന്ന് ഞാൻ ബ്രാക്കറ്റിൽ 2 കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് എന്താണെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ആ ഫസ്റ്റ് ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ എന്താണ് UN എന്ന് മനസ്സിലായി കാണും, എന്താണ് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി എന്താണ് ഈ റിഫോം പ്രോസസ്? Reform of the United Nations Security Council encompasses 5 key issues. ഇപ്പോൾ UN-നകത്ത് വരുന്നതാണ് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത്. ഈ സെക്യൂരിറ്റി കൗൺസിലകത്ത് നേരത്തെ പറഞ്ഞ പോലെ 5 മെമ്പേഴ്സ് ഉണ്ട്, ദാറ്റ് ഇസ് പെർമനൻറ്റ് മെമ്പേഴ്സ് ഉണ്ട്, 10 നോൺ പെർമനൻറ്റ് മെമ്പേഴ്സ് ഉണ്ട്. 5 പെർമനൻറ്റ് മെമ്പേഴ്സിന് എന്തുണ്ട്? ഒരു സ്പെഷ്യൽ വീറ്റോ പവർ ഉണ്ട്. ഇതെല്ലാം തന്നെ മനസ്സിൽ വയ്ക്കാം. ഇനി അതുകൊണ്ട് തന്നെ ഇവ ഫേസ് ചെയ്യുന്ന പല ഇഷ്യൂസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തത് കാറ്റഗറീസ് ഓഫ് മെമ്പർഷിപ്പ്. എന്തുകൊണ്ട് ഈ
ദാറ്റ് ഈസ് ഇപ്പോൾ 15 മെമ്പേഴ്സാണ്, എന്തുകൊണ്ട് അവർക്കൊരു പെർമനൻറ്റ് നോൺ പെർമനൻറ്റ് എന്നൊരു വേർതിരിവ്? അതാണ് ഫസ്റ്റ് പ്രോബ്ലം, ദാറ്റ് ഈസ് കാറ്റഗറീസ് ഓഫ് മെമ്പർഷിപ്പ്. രണ്ടാമത്, ദ ക്വസ്റ്റ്യൻ ഓഫ് വീറ്റോ ഹെൽഡ് ബൈ ദ 5 പെർമനൻറ്റ് മെമ്പേഴ്സ്. ഈ വീറ്റോ പവർ എന്ന് പറയുന്നത് ആർക്ക് മാത്രമേ ഉള്ളൂ? ഈ പെർമനൻ്റ് ആയിട്ടുള്ള 5 രാജ്യങ്ങൾക്ക് മാത്രമാണുള്ളത്. ആൻഡ് മൂന്നാമതായിട്ട് വരുന്നത് റീജിയണൽ റെപ്രസെൻറ്റേഷൻ. സോ നമ്മൾ നേരത്തെ കണ്ടു, ദാറ്റ് ഇസ് പെർമനൻറ്റ് മെമ്പേഴ്സിൻ്റെ ലിസ്റ്റിനകത്ത് ഇപ്പം നമ്മൾ പറയാം ചൈന ഏഷ്യയിൽ നിന്നാണ്, ഫ്രാൻസ് യൂറോപ്പിൽ നിന്നാണ്, റഷ്യ ഈസ്റ്റേൺ യൂറോപ്പ് ആൻഡ് നോർത്തേൺ ഏഷ്യ അങ്ങനെയാണ് വരുന്നത്. സോ അതായത് ഈ 5 പെർമനൻറ്റ് മെമ്പേഴ്സ് നോക്കുമ്പോൾ അവയെല്ലാം തന്നെ പല പല കോണ്ടിനെൻസിൽ നിന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ ആഫ്രിക്ക, അതേപോലെ ഓസ്ട്രേലിയ എന്നീ പറഞ്ഞ കോണ്ടിനെൻസിൽ നിന്നൊന്നും തന്നെ പെർമനൻറ്റ് മെമ്പേഴ്സിലേക്ക് ആരും തന്നെ ഇതുവരെ വന്നിട്ടില്ല. സോ എന്തുകൊണ്ട് റീജിയണൽ റെപ്രസെൻറ്റേഷൻ, അതായത് മറ്റുള്ള കോണ്ടിനെൻസിൽ നിന്നും ഇത്തരം രാജ്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല? ആൻഡ് ദ സൈസ് ഓഫ് ആൻ എൻലാർജ് കൗൺസിൽ ആൻഡ് ഇറ്റ്സ് വർക്കിംഗ് മെത്തേഡ്സ്. ഇപ്പോൾ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ UNSCക്കകത്ത് എത്ര മെമ്പേഴ്സ് ഉണ്ട്? 15 മെമ്പേഴ്സ്. ആ ഒരു കൗണ്ട് എന്ന് പറയുന്നത് കൂടുന്നില്ല, 15 മെമ്പേഴ്സിൽ തന്നെ നിൽക്കുകയാണ്, അതിനൊന്നും എക്സ്പാൻഡ് ചെയ്യുന്നില്ല. ഓക്കെ. ആൻഡ് ദ സെക്യൂരിറ്റി കൗൺസിൽ ജനറൽ അസംബ്ലി റിലേഷൻഷിപ്പ്. സെക്യൂരിറ്റി കൗൺസിലും ജനറൽ അസംബ്ലിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. സോ ഇവയാണ് ഈ 5 ഇഷ്യൂസ്. ഈ 5 ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ UNSCയുടെ പെർമനൻറ്റ് മെമ്പേഴ്സ് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. നമുക്കത് നോക്കാം. And any reform of the Security Council would require the agreement of at least 2/3 of the UN member states vote in the General Assembly and must be ratified by 2/3 of member states. And all of the permanent members of the UNSC must also agree. സോ ഇതാണ് മെയിൻ കാരണം. ദാറ്റ് ഇസ് നേരത്തെ പറഞ്ഞുള്ള റിഫോം പ്രോസസ്സാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും. ഈ റിഫോം പ്രോസസ്സിനകത്ത് വരുന്ന ഓരോ പോയിന്റ്സ് ആണ് ഇതെല്ലാം തന്നെ. സോ ഇത്രയും മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ഈ റിഫോം പ്രോസസ്സ് എന്ന് പറയുന്നത് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ഈ ഒരു റിഫോം പ്രോസസ്സ് സക്സസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ജനറൽ അസംബ്ലിക്കകത്തുള്ള മെമ്പേഴ്സിനകത്തുള്ള 2/3 വോട്ട് കിട്ടണം. അതേപോലെ മെയിൻ ആയിട്ടുള്ള വേറൊരു പോയിന്റ്, യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിനകത്ത് 5 പെർമനൻറ്റ് മെമ്പേഴ്സ് ഉണ്ട്. ഇവർക്ക് എന്തുണ്ട്? ഒരു സ്പെഷ്യൽ വീറ്റോ പവർ ഉണ്ട്, വിച്ച് മീൻസ് അവർക്ക് താല്പര്യമില്ലാത്ത ഏതെങ്കിലും ഡിസിഷൻ അവർക്ക് റിജക്റ്റ് ചെയ്യാം. സോ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിനകത്തുള്ള ഈ 5 പെർമനൻറ്റ് മെമ്പേഴ്സും ഈ റിഫോം പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് റിജക്റ്റ് ചെയ്യാൻ അവർക്കൊരു അധികാരമുണ്ട്. സോ അവർ മേ ബി അവരുടെ വീറ്റോ പവർ യൂസ് ചെയ്ത് ഇത് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈവൻ 2/3 വോട്ട് ഉണ്ടെങ്കിൽ പോലും അതൊരു ഫെയിലർ ആയി പോകും. ഓക്കെ. സോ അതാണ് നമ്മൾ ആദ്യം കണ്ട പോയിന്റിനകത്ത്. ദാറ്റ് ഇസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ പെർമനൻറ്റ് മെമ്പേഴ്സ് ഓഫ് ദി UNSC മസ്റ്റ് സപ്പോർട്ട് ദി റിഫോം പ്രോസസ് ഓഫ് ദി UN. സോ UN-ന് വേണ്ടി നമ്മളിപ്പോൾ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഈ 5 പോയിന്റ്സ് അടങ്ങുന്ന റിഫോം പ്രോസസ്സ് എന്ന് പറയുന്നത് UNSCക്കകത്തുള്ള ഈ പെർമനൻറ്റ് മെമ്പേഴ്സും സപ്പോർട്ട് ചെയ്യണം. കാരണം ഇപ്പോൾ 2/3 വോട്ട് നമ്മൾ അക്വയർ ചെയ്തു, എന്നാൽ പോലും പെർമനൻറ്റ് മെമ്പേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വിച്ച് മീൻസ് അവർക്ക് എന്തുണ്ട്? വീറ്റോ പവർ ഉണ്ട്. സോ വീറ്റോ പവർ കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം? അത് റിജക്റ്റ് ചെയ്യാം. Okay, and at a special session marking 75 years of the United Nations on Tuesday, Prime Minister Narendra Modi called for reform of its outdated structures, pointing out that in the absence of comprehensive changes, the world body today faces a crisis of confidence. So അതായത് 22nd September 2020 അന്നാണ് 75 years യുണൈറ്റഡ് നേഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്പെഷ്യൽ സെഷനകത്ത് നമ്മുടെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദി സർ അദ്ദേഹം ഈ റീഫോം പ്രോസസ്സിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ആൻഡ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഔട്ട്ഡേറ്റഡ് ആണ് എന്നുള്ളതാണ്. ആൻഡ് അതുകൊണ്ട് വേണ്ട രീതിയിലുള്ള റിഫോം പ്രോസസ്സ് നമ്മൾ എൻകറേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദെൻ ദി വേൾഡ് ബോഡി ടുഡേ വിച്ച് മീൻസ് ഏതാണ്? UN എന്ന് പറയുന്നത് കോൺഫിഡൻസിന് ക്രൈസിസ് ഉണ്ടാവുമെന്നാണ്. ആൻഡ് വൈൽ ദ വേർഡ് അപ്പിയേഴ്സ് ഹാർഷ് given the occasion, they can hardly be faulted. And India has been at the forefront of demanding reform in the UN, particularly its principal organ, that is the Security Council, for decades, staking its claim as one of the world's largest economies and most populous countries with a track record in promoting a rules-based international order and contributing to peacekeeping through UN forces. ആൻഡ് ഇപ്പോൾ ഇനി ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം റിഫോംസ് എല്ലാം തന്നെ വേണം എന്ന കാര്യത്തിൽ ഇന്ത്യ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് നിന്നിട്ടുണ്ടായിരുന്നു. വിച്ച് മീൻസ് അത്തരം റിഫോംസ് ഡിമാൻഡ് ചെയ്യാൻ വേണ്ടി ഇന്ത്യ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് മെയിൻ ആയിട്ടും ഇന്ത്യ ആവശ്യപ്പെടുന്നത്, ദാറ്റ് ഇസ് യുണൈറ്റഡ് നേഷൻസിനകത്തുള്ള റിഫോമിനകത്ത് ഇന്ത്യ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിനകത്ത് വരാൻ പോകുന്ന കുറേ റിഫോംസിനെ കുറിച്ചാണ്. ആൻഡ് ഈ ആവശ്യപ്പെടുന്ന ഇന്ത്യ എന്ന് പറയുന്നത് വേൾഡ് ലാർജസ്റ്റ് എക്കോണമിയാണ്, അതേപോലെ തന്നെ മോസ്റ്റ് പോപ്പുലസ് കൺട്രീസിലൊന്നാണ്. സോ ഇത്രയൊക്കെ ട്രാക്ക് റെക്കോർഡുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ആൻഡ് ഇന്ത്യക്ക് ഈ പറയുന്ന യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിനകത്ത് ഒരു നോൺ പെർമനൻറ്റ് മെമ്പറായിട്ട് എക്സിസ്റ്റ് ചെയ്യാനല്ല താല്പര്യം, ഇൻസ്റ്റെഡ് ഒരു പെർമനൻറ്റ് മെമ്പർ ആവാനാണ് താല്പര്യം. കാരണം ഇന്ത്യ അത്രമാത്രം പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസ് എല്ലാം തന്നെ യുണൈറ്റഡ് നേഷൻസിനകത്ത് ഇന്ത്യ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്.
Okay, and the UN was born in the crisis of the World War era, and the realities of that time can hardly be compared to the present. So അതായത് ഈ യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വേൾഡ് വാർ ടൈമിലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അന്ന് അവർ ഫേസ് ചെയ്ത സാഹചര്യത്തിനെ ഒന്നും തന്നെ നമുക്ക് ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം the UNSC's permanent veto carrying members chosen by virtue of being winners of World War II, that is the US, UK, France, Russia and later China, can hardly claim adequate representation of the world's leadership today. കാരണം ഈ UNSCയുടെ പെർമനന്റ് മെമ്പേഴ്സിന്റെ കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അവർക്ക് എന്തുണ്ട്, വീറ്റോ പവർ ഉണ്ട്, സ്പെഷ്യൽ പവർ ആണ്, അത് മറ്റ് നോൺ പെർമനന്റ് മെമ്പേഴ്സിന് ഇല്ല. ഇത് പെർമനന്റ് മെമ്പേഴ്സിന് മാത്രമുള്ളതാണ്. ഇനി ഈ പെർമനന്റ് മെമ്പേഴ്സ് ആരൊക്കെയാണ്? US, UK, ഫ്രാൻസ്, റഷ്യ ആൻഡ് ചൈന. സോ ഇവരെല്ലാം തന്നെ വേൾഡ് വാർ 2 ജയിച്ചു എന്നതിന്റെ ബേസിസിലാണ് ഇവരെ പെർമനന്റ് മെമ്പേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതാണ് നേരത്തെ പറഞ്ഞത്, ഈ വേൾഡ് വാർ എല്ലാം തന്നെ നടക്കുന്ന ആ ഒരു സിറ്റുവേഷനെ നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഈ പെർമനന്റ് മെമ്പേഴ്സ് എല്ലാം തന്നെ ആ ഒരൊറ്റ കാരണം കൊണ്ട്, വിച്ച് മീൻസ് ഒരു വേൾഡ് വാർ 2 ജയിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് അവരെ ഇപ്പോഴത്തെ വേൾഡ് ലീഡേഴ്സ് ആയിട്ട് ആ ഒരു കാരണം കൊണ്ട് മാത്രം കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ആൻഡ് the UNSC does not include a permanent member from the African, Australian and South American continents and the pillars of the multilateral order such as the G4 group, which is of Brazil, India, Germany and Japan. ഇനി നേരത്തെ പറഞ്ഞ പോലെ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിനകത്ത് റീജിയണൽ റെപ്രസെൻറ്റേഷൻ അവിടെ കുറവാണ്. വിച്ച് മീൻസ് എന്താണ്, ചില കോണ്ടിനെൻസിൽ നിന്ന് എന്തില്ല, റെപ്രസെൻറ്റേറ്റീവ്സ് ഇല്ല പെർമനന്റ് മെമ്പേഴ്സിന്റെ കാര്യം നോക്കുമ്പോൾ. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ആഫ്രിക്കയിൽ നിന്നില്ല, ഓസ്ട്രേലിയയിൽ നിന്നില്ല, അതേപോലെ സൗത്ത് അമേരിക്ക, ഈ കോണ്ടിനെൻസിൽ നിന്നൊന്നും തന്നെ എന്തില്ല, പെർമനന്റ് മെമ്പേഴ്സ് UNSCക്കകത്തില്ല. അതേപോലെ ഈ G4 എന്ന് പറയുന്ന ഗ്രൂപ്പിന്, വിച്ച് മീൻസ് ആരൊക്കെയാണ് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത്, ബ്രസീൽ, ഇന്ത്യ, ജർമ്മനി, ജപ്പാൻ, ഈ പറയുന്ന ഗ്രൂപ്പിനകത്തുള്ള ആരും പെർമനന്റ് മെമ്പേഴ്സ് ആയിട്ടില്ല. ഇനി ഞാൻ ഈ G4 എന്ന് പറയുന്നത് 3 എന്ന് കൊടുത്തിട്ടുണ്ട്, നമുക്കത് എന്താണെന്ന് നോക്കാം. G4 nations comprises of Brazil, Germany, India and Japan and are the 4 countries which support each other's bid for permanent seats on the United Nations Security Council. So ഈ ഒരു ഗ്രൂപ്പ് മെയിൻ ആയിട്ടും അവർ സ്റ്റാർട്ട് ചെയ്തത് തന്നെ UNSCക്കകത്ത് പെർമനന്റ് മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഇവയെല്ലാം തന്നെ വിച്ച് മീൻസ് ഈ രാജ്യങ്ങൾ തങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ദാറ്റ് ഈസ് UNSCക്കകത്ത് പെർമനന്റ് മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ പോലെ ഈ പല കോണ്ടിനെന്റ്സ് ഏതൊക്കെയാണ്, നേരത്തെ പറഞ്ഞ പോലെ ആഫ്രിക്ക, ഓസ്ട്രേലിയ, സൗത്ത് അമേരിക്ക, ഇത്തരം കോണ്ടിനെന്റ്സിൽ നിന്നും അതേപോലെ ഈ G4 എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ നിന്നും ആരും ഈ പെർമനന്റ് മെമ്പേഴ്സ് എന്ന് പറയുന്ന ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല. ഇനി other more representative options exist and that has been the crux of the battle for change. So അതായത് ഇത്തരം പല റെപ്രസെൻറ്റേറ്റീവ് ഓപ്ഷൻസ് എല്ലാം തന്നെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അവയെല്ലാം തന്നെയാണ് ഇത്തരം ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ബാറ്റിൽ എസൻസ് ആയിട്ട് ആക്ട് ചെയ്തത്. ഓക്കെ, ഈ ക്രക്സ് മീൻസ് എസൻസ് എന്നാണ്. ഓക്കെ, ആൻഡ് ഓൾസോ ദർ ഇസ് എ ഡീപ്പ് പോളറൈസേഷൻ വിത്ത് ദി UN's മെമ്പർഷിപ്പ്. സോ ഡിസിഷൻസ് ആർ ഐദർ നോട്ട് ടേക്കൺ ഓർ നോട്ട് ഹീഡഡ്. സോ അതായത് ഇനിയിപ്പോൾ UN മെമ്പർഷിപ്പിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം തന്നെ ഡീപ്പ് പോളറൈസേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡിസിഷൻസ് എല്ലാം തന്നെ ഒന്നില്ലെങ്കിൽ അവർ കൺസിഡർ ചെയ്യില്ല. അതാണ് ഹീഡഡ് മീൻസ് അറ്റൻഷൻ കൊടുക്കില്ല. ടു പേ അറ്റൻഷൻ എന്നാണ് ഹീഡ് മീൻസ് അർത്ഥം. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, നോട്ട് ഹീഡഡ് മീൻസ് അറ്റൻഷൻ കൊടുക്കില്ല അല്ലെങ്കിൽ അത്തരം ഡിസിഷൻസ് എടുക്കാറില്ല എന്നാണ്. ആൻഡ് frequent divisions within the UNSC P5, which means permanent 5, end up blocking key decisions. ഇനിയിപ്പോൾ ഓൾറെഡി 5 പെർമനന്റ് മെമ്പേഴ്സ് ആണ് ആൻഡ് അവയിൽ തന്നെ വീണ്ടും ഫ്രീക്വന്റ് ഡിവിഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇഷ്യൂ റിലേറ്റ് ചെയ്തുള്ള ഒരു ചർച്ച നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കിടയിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം കാരണം ഫൈനലി എന്താണ് സംഭവിക്കുന്നത്, അത്തരം കീ ഡിസിഷൻസിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ബ്ലോക്ക്ഡ് ആവുകയാണ് ചെയ്യുക. Okay, and these issues are underlined in a year where the coronavirus pandemic has brought the world to a standstill, yet the UN, the UNSC and the WHO have failed to play an effective role in helping nations deal with the spread. സോ അതായത് ഇപ്പോൾ ഈ കൊറോണ വൈറസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് എല്ലാം ഫേസ് ചെയ്യുന്ന ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന ഇത്തരം ഓർഗനൈസേഷൻസ്, ദാറ്റ് ഇസ് UN ആണെങ്കിലും ശരി, UNSC ആണെങ്കിലും ശരി, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണെങ്കിലും ശരി, അവയെല്ലാം തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള റോൾ എന്തിനു വേണ്ടിയിട്ട്, ദാറ്റ് ഇസ് ഈ ഒരു വൈറസ് സ്പ്രെഡ് ചെയ്യുന്നത് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള റോൾ അവർ പ്ലേ ചെയ്യാൻ പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. Okay, and ഇനി പറയുന്നത് for India, what has been most frustrating is that despite the dysfunctional power balance that prevails, the UN's reform process held through intergovernmental negotiations has not made progress over decades despite commitments. And നമുക്ക് ആദ്യം ഇതിനകത്ത് എന്താണ് ഈ IGN, which means intergovernmental negotiations എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. That is point 4 ആണ്. That is സോ ഈ IGN മീൻസ് ഇതൊരു ഗ്രൂപ്പ് ഓഫ് നേഷൻ സ്റ്റേറ്റ്സ് ആണ്, വിച്ച് മീൻസ് അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിനകത്ത് നമ്മൾ നേരത്തെ കണ്ട 5 റിഫോംസ് ഉണ്ടല്ലോ അതെല്ലാം തന്നെ നടപ്പിലാക്കുക. അതാണ് ഈ IGN എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. സോ ഇവർ പല രീതിയിലുള്ള മീറ്റിംഗ്സ് എല്ലാം തന്നെ കണ്ടക്ട് ചെയ്തുകൊണ്ടാണ് ഇത്തരം ചേഞ്ചസ് വിച്ച് മീൻസ് റിഫോംസ് എല്ലാം മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. സോ അതായത് ഇനി എന്താണ് ഇതിനകത്ത് പറയുന്നത്, വിച്ച് മീൻസ്
ഇന്ത്യയെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേറ്റ് ചെയ്യുന്നത്, ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൾറെഡി ഈ UNSC എന്ന് പറയുന്നത് അല്ലെങ്കിൽ UN എന്ന് പറയുന്നത് അത്രമാത്രം ഒരു ഡിസ്ഫങ്ഷണൽ പവർ ബാലൻസിലാണ് ഇപ്പോൾ കറന്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ അത്തരമൊരു സാഹചര്യത്തിൽ വേണ്ട രീതിയിലുള്ള റിഫോംസ് എല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ത്യ ശ്രമിക്കുമ്പോൾ അതിനെ ഒന്നും തന്നെ കൺസിഡർ ചെയ്യാതിരിക്കുക, അതാണ് ഈ IGN വഴിയാണ് ഇത്തരം റിഫോം പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുവന്നത്, നമ്മൾ നേരത്തെ കണ്ടതാണ്. സോ എല്ലാ പ്രോസസ്സും മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അതിനെ ഒന്നും തന്നെ കൺസിഡർ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റ് ചെയ്യുന്നത്. Okay, and the UN has chosen to roll over the discussions of the IGN, which are looking at 5 major issues. ഏതൊക്കെയാണത്? That is enlarging the Security Council members-ന്റെ count കൂട്ടുക, categories of membership, permanent, non-permanent എന്നൊരു വേർതിരിവ്, the question of the veto that 5 permanent members of the UNSC wield. ഈ പെർമനന്റ് മെമ്പേഴ്സിന് മാത്രം, ദാറ്റ് ഇസ് 5 പെർമനന്റ് മെമ്പേഴ്സിന് മാത്രമാണ് ഈ ഒരു വീറ്റോ പവർ എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച്. ദെൻ റീജിയണൽ റെപ്രസെൻറ്റേഷൻ, നമ്മൾ കോണ്ടിനെന്റ്സ് എല്ലാം തന്നെ കൺസിഡർ ചെയ്യുമ്പോൾ മറ്റ് പല കോണ്ടിനെന്റ്സ്, ദാറ്റ് ഇസ് ആഫ്രിക്ക, ഓസ്ട്രേലിയ, സൗത്ത് അമേരിക്ക എന്നീ പറയുന്ന കോണ്ടിനെന്റ്സിൽ നിന്നും പെർമനന്റ് മെമ്പേഴ്സിനകത്തോട്ട് ഇത്തരം ആളുകൾ, ദാറ്റ് മീൻസ് രാജ്യങ്ങളെ ഉൾപ്പെടുത്തുന്നില്ല. ആൻഡ് അതേപോലെ തന്നെ ദെൻ റീഡിസ്ട്രിബ്യൂട്ടിംഗ് ദ സെക്യൂരിറ്റി കൗൺസിൽ ജനറൽ അസംബ്ലി പവർ ബാലൻസ്, അതേപോലെ സെക്യൂരിറ്റി കൗൺസിൽ ജനറൽ അസംബ്ലി ഇവർക്കിടയിലുള്ള പവർ ബാലൻസ് അതെല്ലാം തന്നെ ഒന്ന് വീണ്ടും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ 5 ഇഷ്യൂസ്, അതെല്ലാം സോൾവ് ചെയ്യാൻ, ദാറ്റ് ഇസ് IGN വഴി സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 5 ഇഷ്യൂസ് ഇതെല്ലാം തന്നെയാണ്. ആൻഡ് ഇറ്റ് ഈസ് സം കംഫർട്ട് ദാറ്റ് ദി UN 75th anniversary declaration passed by all member countries this week pledges to upgrade the United Nations with a commitment to instill new life in the discussions on the reform of the Security Council. പക്ഷേ എന്നാൽ ഇതിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനം തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിന്റെ 75th ആനിവേഴ്സറി ആണല്ലോ ഇപ്പോൾ നടക്കുന്നത്. സോ അതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഈ സ്പെഷ്യൽ മീറ്റിംഗ്, സ്പെഷ്യൽ സെഷനകത്ത് എല്ലാ രാജ്യങ്ങളും ഒരേപോലെ പ്ലെഡ്ജ് ചെയ്തിരിക്കുന്നത്, ദാറ്റ് ഈസ് യുണൈറ്റഡ് നേഷൻസിനെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ചെയ്യാമെന്നാണ്. Okay, and those words can only be realized if the UNSC's permanent members recognize the deep peril the UN faces and support the reform process, an act that will require looking beyond their own interest for the greater good of the world and its peace building architecture. പക്ഷേ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാ മെമ്പർ കൺട്രീസും അത് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാമെന്ന് സമ്മതിച്ചു എന്നെല്ലാം നമ്മൾ കണ്ടു. പക്ഷെ എന്നാൽ ഇതെല്ലാം തന്നെ പ്രാബല്യത്തിൽ വരണമെന്നുണ്ടെങ്കിൽ, ഇതെല്ലാം തന്നെ റിയലൈസ്ഡ് ആകണമെന്നുണ്ടെങ്കിൽ ഈ UNSCയുടെ പെർമനന്റ് മെമ്പേഴ്സ്, കാരണം അവർക്ക് എന്തുണ്ട്, വീറ്റോ പവർ ഉണ്ട്, കാരണം അവർക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റും. അവർക്ക് അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിൽ അവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ ആ ഒരു വീറ്റോ പവർ യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് ഇത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുന്നതാണ്. സോ ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും റിഫോം പ്രോസസ്സ് എല്ലാം തന്നെ സക്സസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ പെർമനന്റ് മെമ്പേഴ്സ് തിരിച്ചറിയണം ദാറ്റ് ഇസ് UN എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യുന്നത് ആൻഡ് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിഫോം പ്രോസസ്സ് എത്രമാത്രം സഹായിക്കുമെന്നുള്ളത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ പെർമനന്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇത്തരം റിഫോം പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ ഈ എഡിറ്റോറിയലിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ വഴി ഉറപ്പായിട്ടും അറിയിക്കേണ്ടതാണ്. അതേപോലെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് ഒരു ബെൽ ബട്ടൺ കാണും, അതിനകത്ത് ഓളും കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ചാനലിൽ എപ്പോൾ വീഡിയോസ് വന്നാലും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ആൻഡ് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഒരു രീതിയിൽ നിങ്ങൾ ഒരു പേയ്മെൻറ്റും കൊടുക്കേണ്ടതില്ല. ഓക്കെ, സോ എല്ലാവർക്കും താങ്ക് യു.